സമയം വൈകി വരുന്നു. ഇരുട്ടായാൽ വീണ്ടും പാകിസ്ഥാന്റെ ആക്രമണം ഇവിടെ ഉണ്ടാകുമോ എന്ന വലിയ ആശങ്ക അവർക്കുണ്ട്. അതിനാൽ തന്നെ അവർ മടങ്ങിയിരിക്കുകയാണ്. ഇത് ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥലത്തുള്ള കാഴ്ച മാത്രമാണ്. ഈ മേഖലകളിൽ നിരവധി ഇടങ്ങളിൽ ഇതിന് മുകൾ വശത്തുള്ള വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സമാനമായി തന്നെ മറ്റ് ഇടങ്ങളിൽ എല്ലാം തന്നെ ആക്രമണം. അനുജ, ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ഈ പാക് ഷെല്ലാക്രമണത്തിൽ തകർന്നു പോയിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകൾ ഭാഗമാണ്. ഈ പരിസരത്തുള്ള മുഴുവൻ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഈ ഷെല്ലാക്രമണത്തിൽ. വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. ഇവിടെ എല്ലാം തന്നെ താഴെയുള്ള ഗ്രാമങ്ങളിൽ ആക്രമണം നേരിട്ടിട്ടുണ്ട്. ഇതിന് മുകളിലുള്ള ചില വീടുകളിൽ ആക്രമണം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടകൾ ഒന്നും ഇന്ന് തുറന്നിട്ടില്ല. അനുജ, ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ സാധാരണ നിലയിൽ ഒരു നഗരപ്രദേശം, ഒരു സ്ഥലത്ത് ഈ ഒരു സമയമാകുമ്പോൾ ആളുകൾ നിറഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്നാൽ ഇവിടെ ഒരാൾ പോലുമില്ല. കുറച്ച് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. കടകൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്നു. അതിൽ ഒരു കട മാത്രമാണ് ഇപ്പോൾ തുറന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് ഇവിടുത്തെ ഒരു സാഹചര്യം നമുക്ക് ചോദിക്കാം. ജി, कैसा है इधर? तो अटैक हुई? जी हाँ, अटैक हुई इधर। कब हुआ? कल ना अगले दिन। तो सब लोग इधर छोड़ के, दुकान सब बंद है, सब छोड़ के चले गया है, किसी को नहीं देख रहे इधर? यहाँ जो है ना जनाब, अभी इधर कोई नहीं है। उस समय भाग गए थे लोग। उस समय सेलिंग हुई ना, जिस समय उस समय भाग गई थे। सिर्फ तो आपकी दुकान खुला रहा है अभी? अभी मेरा ही दुकान खुला। मैं भी आज ही आया हूँ, 12-1 बजे आया हूँ आज। तो थोड़ा काम देना था, इसलिए आया हूँ। तो डर नहीं है क्या? डर तो बहुत है। अब काम कर रहा हूँ लेकिन डर लग रही है, कहीं से आ जाएगा, फायर आ जाएगा, मर जाएंगे। तो अभी बंद करने वाला मैं भी। आप कहाँ रहता है? मैं रहता हूँ तुमना में। ये किराए पर है दुकान। कितना दूर है इधर से? तुमने ये सामने गांव जो है ना, उधर भी अटैक हो रहे हैं शेल का? शेल का अटैक हुआ, वहाँ भी 2 बम पड़े उधर। तो क्या करेगा? लेकिन खेत में क्या करेगा? क्या करें अभी? कहाँ जाएं अभी मुश्किल है। मतलब कल जो इंडिया ने ऑपरेशन, जो आतंकवादियों के खिलाफ अटैक किया है, ऑपरेशन सिंदूर, इसके बाद पाकिस्तान ऐसा शेल से अटैक कर रहा है इंडिया, जो गांव में रहने वाले लोगों के ऊपर। हाँ, बस्ती पर कर रहा है वो, गांव वाले लोगों पर कर रहा है। ये तो हमारा देहात है इधर, यहाँ सिटी है नहीं। हमारे गांव के लोग जो है ना, वो भी भाग कर गए। कोई श्रीनगर में है, कोई कहाँ पर है, कोई कहाँ पर है। ये सिटी में सब छोड़ के चले गया, इधर रहने वाला सब खाली है अभी खाली, इधर कोई है नहीं। अभी सवेरे 12-1 बजे आए थे ना मीडिया वाले, तो यहाँ 10-20 आदमी, 100 आदमी था। आप भी जाएगा अभी तो मैं बंद कर रहा हूँ। अभी देखो ना मेरी हालत क्या है। अभी मैं कांप रहा हूँ डर से कि अभी हो जाएगा, ये कहीं फायर आ जाएगा, मर जाऊंगा। അനുജ, ഇദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഇവിടെയുള്ള സ്ഥിതി. അദ്ദേഹത്തിനും ഭയമുണ്ട്, എന്നാൽ ജോലി ചെയ്തു തീർക്കാനുണ്ട്. ഏക ഉപജീവന മാർഗമാണ് തയ്യൽ. അതുകൊണ്ട് തന്നെ ഏറ്റ ജോലി ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിനായി അദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആശങ്കകൾ എല്ലാം തന്നെ നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുകയാണ്. ഈ വലിയ ഭയമുണ്ട്. ഈ ജോലി ചെയ്തു തീർത്താൽ ഉടൻ തന്നെ വീട്ടിലേക്ക് പോകണം. വീട് ഇവിടെ നിന്നും താഴെ ഏതാണ്ട് 1.5 കിലോമീറ്റർ സമീപത്താണ് വീട്. വാടകയ്ക്കുള്ള കടയാണ്, വാടക കൊടുക്കേണ്ടതുണ്ട്. വീടിന് സമീപത്തും ആക്രമണം ഉണ്ടായി കഴിഞ്ഞ ദിവസവും. ആ ആക്രമണത്തിലും എന്നാൽ 1-2 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. അതെന്നാൽ കൃഷിയിടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്, ഷെൽ വന്ന് വീണത്. പരിസരത്തെല്ലാം തന്നെ അതിൻ്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട്. ഈ ആശങ്ക, ജനങ്ങളുടെ ആശങ്ക നമുക്ക് കൃത്യമായി അറിയാം. ജി, इधर तो अटैक हुआ है कल जो शेल, आपका डर नहीं है क्या? डर है आपको इधर रहने के लिए? जिंदर शिकार അനുജ, ഇവർക്ക് കശ്മീരി മാത്രം അറിയാവുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് ഭാഷാ പ്രശ്നമുണ്ട്. ഇവിടെയുള്ള നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച ആളുകൾ എല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. എല്ലാവരും തന്നെ ഇവിടെ നിന്നും പോയിരിക്കുന്നു. ഈ നഗരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമത്തിലെ കടകൾ നിൽക്കുന്ന ഒരു പ്രദേശം എന്നേ പറയാൻ കഴിയൂ. ഇതൊരു നഗരപ്രദേശമല്ല. ഇവിടെ പോലും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ തുടർച്ചയായി ആക്രമണങ്ങളെ കൊണ്ട്. ഇവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിച്ചിരിക്കുന്നു. പോകാൻ ഇവിടെ
നിന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ബന്ധുക്കളുള്ള ആളുകൾ ശ്രീനഗറോ മറ്റു നഗരപ്രദേശങ്ങളിൽ ആക്രമണ സാധ്യത കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് മാറുന്നു. അല്ലാത്ത ആളുകൾ സ്വന്തം വാഹനങ്ങളോ അല്ലെങ്കിൽ അതായത് ബൽറാം ഇവിടെ നിന്ന് നേരത്തെ തന്നെ ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ആക്രമണത്തിന് മുൻപ് തന്നെ അവിടെ നിന്നൊക്കെ ആളുകൾ പോയിട്ടുണ്ട് ഏറെക്കുറെ. അനുജ, ഈ ആക്രമണം ഉണ്ടായതിനു ശേഷമാണ് ഇവിടെ നിന്നും ആളുകൾ പോയത്. കഴിഞ്ഞ രാത്രിയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ഷെല്ലാക്രമണം ഈ പ്രദേശത്ത് ഉണ്ടായത്. ഈ ഒരു കുറച്ച് കടകൾ നിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ നടുക്കാണ് ആ പാകിസ്ഥാന്റെ ഷെല്ല് വന്ന് വീണത്. സമീപത്തുള്ള വീടുകൾക്കും കടകൾക്കും ഷട്ടറുകളും ഇലക്ട്രിക് പോസ്റ്റുകളും വരെ തുളച്ചു കയറാവുന്ന മാരക പ്രഹരശേഷിയുള്ള ഷെല്ലാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. ഇന്നലെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ സലാമാബാദിലെ വീടുകൾ തകർത്ത അതേ തരത്തിൽ തന്നെ മാരകമായ ഷെല്ലുകളാണ് ഇവിടെയും പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ആഘാതം ഈ കെട്ടിടങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. സമീപത്തെ കെട്ടിടങ്ങളുടെ വീടുകളുടെ മുഴുവൻ ജനൽ ചില്ലുകൾ, വാഹനങ്ങളുടെ ചില്ലുകൾ, വാഹനങ്ങളിൽ തുളഞ്ഞു കയറിയ ചീളുകൾ നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം ആഘാതം, അതായത് പാകിസ്ഥാനിലെ ഭീകരവാദികൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ, അത് പാകിസ്ഥാന് വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുന്നു, പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു ലോകത്തിന് മുന്നിൽ, സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഇതിന് പകരം വീട്ടുന്നത്, പക വീട്ടുന്നത് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടാണ്. അതിലൂടെ ഈ ആഘാതമുണ്ടാക്കി കൂടുതൽ മരണസംഖ്യ ഉയർത്തി കാണിക്കുക ഇന്ത്യയിൽ. അതിലൂടെ കൂടുതൽ പേരെ തിരിച്ചടിച്ചു ഞങ്ങൾ എന്ന് സ്വന്തം ജനങ്ങളോട് പറഞ്ഞ് സ്വയം തൃപ്തിയടയാനുള്ള ഒരു ശ്രമമായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് നിരായുധരായ, നിഷ്കളങ്കരായ, ഇതിലൊന്നും യാതൊരു പങ്കുമില്ലാത്ത സാധാരണ ജനങ്ങളുടെ വീടുകൾക്ക്, കടകൾക്ക് നേരെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ധൈര്യം കാണിക്കുന്നത്.